മണൽ മാഫിയയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ ഉശിരൻ നടപടിയുമായി തിരൂർ പോലീസ് രംഗത്ത്. മണൽക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഭൂവുടമകൾക്കെതിരെ കേസെടുത്താണ് പുതിയ നടപടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇനി അനധികൃത മണൽക്കടവ് ഒരുക്കി നൽകുന്ന ഭൂവുടമകളെ കാത്തിരിക്കുന്നത് പോലീസിന്റെ മുട്ടൻ പണിയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 4 അനധികൃത മണൽക്കടവുകൾ അടച്ചുപൂട്ടിയും ഭൂവുടമകൾക്കെതിരെ കേസെടുത്തുമാണ് പോലീസ് ഓപ്പറേഷന് തുടക്കമിട്ടിട്ടുള്ളത്. തൃപ്രങ്ങോട്, തിരുനാവായ പഞ്ചായത്തുകളിലായിരുന്നു പോലീസിന്റെ മിന്നൽ നടപടി. ഇതോടെ മണൽക്കടത്തിനുള്ള പ്രധാന വഴികൾ അടഞ്ഞിരിക്കുകയാണ്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ചമ്രവട്ടം ഭാഗത്തും തിരുനാവായ പമ്പ് ഹൌസ് പരിസരത്തും പ്രവർത്തിച്ചിരുന്ന അനധികൃത കടവുകളാണ് പോലീസ് പൂട്ടിയത്. എല്ലായിടത്തും വീട്ടുവളപ്പിലൂടെ പുഴയിലേക്ക് വഴിയൊരുക്കിയാണ് അനധികൃത കടവുകൾ പ്രവർത്തിച്ചിരുന്നത്. പുഴയിൽ നിന്ന് മണൽ വാരി തോണിയിൽ കരക്കെത്തിച്ചാണ് ലോറികളിൽ കയറ്റിയിരുന്നത്. ഇതിന് ആവശ്യമായ സൗകര്യങ്ങളും കടവുകളിൽ ഉണ്ടായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ കേരള പുഴ സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് പ്രകാരം ചുമത്തുക. തടവും പിഴയും ഒരുമിച്ചോ വേറെ വേറെയായോ ലഭിക്കാവുന്നതാണ് ഈ കുറ്റങ്ങൾ. ഇവ ആവർത്തിക്കുന്നവർക്കെതിരെ പിന്നീട് കർശന നടപടികളും ഉണ്ടാകും. പുഴയോരത്ത് കൂട്ടിയിടുന്ന മണൽ പിടികൂടി നശിപ്പിക്കുന്ന പതിവ് രീതി വിട്ടാണ് പോലീസ് പുതിയ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇത്രയും കാലം പിടികൂടുന്ന മണൽ പുഴയിലേക്ക് തന്നെ നിക്ഷേപിക്കുകയോ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം തോണി പൊളിക്കുകയോ ആണ് ചെയ്തിരുന്നത്. അതിനാൽ പുതിയ തോണികളെത്തിച്ച് മണൽക്കടത്ത് തുടരുന്നത് പതിവായിരുന്നു. പലതവണ മണൽ തോണികൾ നശിപ്പിച്ചിട്ടും മണൽക്കടത്തിന് അറുതി വരാതായതോടെയാണ് പുതിയ തീരുമാനമെടുത്തിട്ടുള്ളത്. തൃപ്രങ്ങോട് മൂച്ചിക്കലിൽ ഒരു വീട്ടുവളപ്പിലൂടെ 4 മീറ്റർ വീതിയിലാണ് പുഴയിലേക്ക് വഴിയൊരുക്കിയിരുന്നത്. ഇവിടെ 1 ലോഡ് മണൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. തിരുനാവായ പമ്പ് ഹൌസ് പരിസരത്ത് വീട്ടുവളപ്പിലൂടെ അനധികൃത കടവിലേക്ക് സൃഷ്ടിച്ച റോഡിലൂടെ പോലീസ് എത്തിയപ്പോൾ മണൽ ചാക്കുകൾ നിരത്തി പുഴയിലേക്ക് പ്രത്യേക പടവുകൾ ഉണ്ടാക്കിയതായും കണ്ടെത്തി. ഇവിടെ നിന്ന് മണൽ വാരലിനുള്ള തൂമ്പ, പ്ലാസ്റ്റിക് ചാക്കുകൾ, ഇരുമ്പ് ബക്കറ്റ് എന്നിവ പിടികൂടി മണൽ ചാക്കുകളിലാക്കി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ചമ്രവട്ടം കനാൽ റോഡിലെ വീട്ടുവളപ്പിലൂടെയുള്ള അനധികൃത കടവിൽ നിന്ന് 2 ലോഡ് മണൽ കണ്ടെത്തി. കുടുംബസ്വത്തിലൂടെയാണ് പുഴയിലേക്ക് അനധികൃത വഴിയൊരുക്കിയിരുന്നത്. ചമ്രവട്ടത്ത് തന്നെ മറ്റൊരു ഭൂമിയിലെ അനധികൃത കടവിൽ നിന്ന് 2 ലോഡ് മണലും പിടികൂടി. എല്ലാ സംഭവങ്ങളിലും ഭൂവുടമകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാ കടവുകളിലേക്കുമുള്ള റോഡുകളിൽ ലോറികൾ കടന്നുപോയതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഏറെ നാൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് ഈ കടവുകളിൽ പോലീസ് എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ തുടങ്ങിയ പരിശോധനയും നടപടികളും രാത്രി വരെ നീണ്ടു. ഒരേ ദിവസം 4 അനധികൃത കടവുകൾ കണ്ടെത്തി പൂട്ടിക്കുന്നതും ഭൂവുടമകൾക്കെതിരെ കേസെടുക്കുന്നതും ഇത് ആദ്യമായാണ്. തിരുനാവായയിലെ പ്രധാന മണൽക്കടത്ത് തലവനായ ഷബീറിനെ അടുത്തിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മണൽക്കടത്തുകാർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. അടുത്തിടെ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിലും തിരുനാവായയിൽ വൻ മണൽവേട്ട നടന്നിരുന്നു. ഭൂവുടമകൾക്കെതിരെ നടപടി വരുന്നതോടെ പുഴയോരത്ത് അനധികൃത കടവുകൾ നിർമ്മിക്കുന്നത് തടയാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കടവുകളാണ് മണൽക്കടത്ത് സംഘങ്ങൾ പതിവായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. കേസിലകപ്പെടുമെന്ന ആശങ്കയിൽ അനധികൃത കടവുകൾക്ക് സൗകര്യമൊരുക്കുന്നതിൽ നിന്ന് ഭൂവുടമകൾ പിന്മാറുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.